നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആഘോഷങ്ങളും ആരവങ്ങളും എല്ലാം കഴിഞ്ഞ് ആ പൂരത്തിന് കൊടിയിറക്കവുമായി. എന്നിട്ടും ഇവിടെ ചില അന്തം കമ്മികളാകട്ടെ ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാജയത്തെ പറ്റി പഠിക്കണം, PhD എടുക്കണം, റാങ്ക് വാങ്ങണം എന്ന വാശിയിലാണ് ഇക്കൂട്ടരുള്ളത്. പിന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ഗോവിന്ദൻ മാഷ് ആകട്ടെ ചില നേരങ്ങളിൽ നഗ്നമായ സത്യങ്ങൾ വിളിച്ചു കൂവുകയും ചെയ്യും. ഈ തുറന്നു പറച്ചിലിൽ ഇനി എത്രത്തോളം പൊട്ടിത്തെറി ആ പാർട്ടിയിൽ ഉണ്ടാകുമെന്നത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട വിഷയങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് നല്ലതുപോലെ തോറ്റിട്ട് ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തോറ്റതിന്റെ കാരണമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് ഏതൊക്കെ രീതിയിൽ തോൽവിക്ക് അടിസ്ഥാനമായി എന്ന് കണ്ടെത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ ഉടനീളം പറഞ്ഞ വാചകങ്ങൾ കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരിക്കലും തോന്നില്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ട് ശാസിക്കുകയാണ് എന്ന്. കടുത്ത ഭാഷയിൽ വിമർശിച്ചത് തന്നെയാണ്. അങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് തോന്നുന്നത്. ദുർബല ജനവിഭാഗങ്ങൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാത്തത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. കേന്ദ്രത്തെ വിമർശിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടേണ്ടത് പ്രശ്നം തന്നെയാണ്. CPM-ന്റെ പ്രത്യയശാസ്ത്ര കരുത്ത് ചോർന്നത് BJP-യുടെ വളർച്ചയ്ക്ക് കാരണമായി എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സംഘടനാപരമായ പ്രശ്നങ്ങളും വോട്ടിനെ സ്വാധീനിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നല്ലതുപോലെ തോറ്റിട്ട് ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തോറ്റതിന്റെ കാരണമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും നാളും ഈ ഒരു പാർട്ടി അവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയില്ല എന്ന് സാരം. എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് ഏതൊക്കെ രീതിയിലാണ് തോൽവിക്ക് അടിസ്ഥാനമാക്കേണ്ടതെന്നത് കണ്ടെത്തണം. ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട, അതായത് കൈത്തറി തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികൾ എന്നിവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സാമ്പത്തിക പരിശോധനയുടെ ഭാഗമായി കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടുമില്ല. 62 ലക്ഷം പേർക്ക് കൊടുത്തു തീർക്കേണ്ട പെൻഷൻ ഇനിയും കുടിശ്ശികയാണ്. അവർ സംതൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല. സംഘടനാപരമായ പ്രശ്നങ്ങൾ ഏറെയുണ്ട്. ഇതെല്ലാം വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഇതെല്ലാം കാണാതിരുന്നിട്ട് കാര്യമില്ല. തുറന്ന മനസ്സോടെയും കണ്ണോടെയും ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. തോൽവിയെക്കുറിച്ചുള്ള കാര്യം പഠിച്ച് തിരുത്തി മുന്നോട്ട് പോകും. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ സാധിക്കില്ല എന്നും അതിന്റെ ചോർച്ചയാണ് BJP-യുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നതെന്നുമാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPM-നെതിരെ കടുത്ത വിമർശനമാണ് മുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്നത്. CPI യോഗത്തിൽ CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെ വിമർശനങ്ങൾ ഏറെ ഉയർന്നിരുന്നു. ഭരണവിരുദ്ധ വികാരമാണ് തിരഞ്ഞെടുപ്പ് ഫലം എന്നത് വിലയിരുത്തൽ. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും രംഗത്തെത്തിയിരുന്നു. കേരളത്തിലെ സാഹചര്യം ഗുരുതരമാണ് എന്നും ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പഠിക്കണമെന്നും PV-യും വിലയിരുത്തിയിട്ടുണ്ട്.